ഗണേശ ഭഗവാന് 8 അവതാരങ്ങളുള്ളതായി കണക്കാക്കപ്പെടുന്നു. വക്രതുണ്ട അവതാരം ഗണപതിയുടെ ആദ്യ അവതാരമാണ് വക്രതുണ്ട. മത്സര എന്ന അസുരനെ തോൽപ്പിക്കാൻ സിംഹത്തിന്റെ പുറത്ത് വളഞ്ഞ തുമ്പിക്കൈയുള്ള ഈ അവതാരത്തിൽ ഗണപതി പ്രത്യക്ഷപ്പെട്ടു. മത്സരയെ കീഴടക്കി നഷ്ടപ്പെട്ട ദേവലോകം വീണ്ടെടുക്കാൻ സഹായിച്ച അവതാരമാണ് വക്രതുണ്ട. ഏകദന്ത 4 കൈകളും ഒറ്റ കൊമ്പുകളുള്ള ഏകദന്തൻ മദാസുരൻ എന്ന അസുരനെ പരാജയപ്പെടുത്താനും പിടികൂടാനും ലോകത്തിലേക്ക് വന്നു. പരമശിവനെ കാണുന്നതിനായി എത്തിയ പരശുരാമനെ തടയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടുകയും ഗണേശന്റെ പല്ലുകളിൽ ഒന്ന് പകുതി മുറിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. മഹോദര 3 ലോകങ്ങളും കീഴടക്കിയ അസുരനായ മോഹാസുരനെ കീഴടക്കിയ മഹോദരനായിരുന്നു 3ാമത്തെ അവതാരം. പിന്നീട് ഈ അസുരൻ ഭഗവാന്റെ ഭക്തനായി. ഈ അവതാരത്തിലും ഗണപതി ഭഗവാന്റെ വാഹനം എലിയായിരുന്നു. ഗജാനനായി തന്റെ 4ാമത്തെ അവതാരത്തിൽ കുബേരന്റെ പുത്രനായ ലോഭാസുരനെ പരാജയപ്പെടുത്തുവാൻ വന്നു. ഗണപതിയുടെ ഈ അവതാരം കാമമോ അത്യാഗ്രഹമോ ആണ് നാശത്തിന് കാരണമെന്ന് കാണിക്കുന്നു. ആനയുടെ മുഖമുള്ളവനായതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ലംബോദരൻ അവതാരത്തിലൂടെ ക്രോധാസുരൻ എന്ന രാക്ഷസനെ ഗണേശൻ പരാജയപ്പെടുത്തി. ക്രോധാസുരന്റെ എല്ലാ കോപവും അടക്കി നിർത്താൻ കഴിയുന്നത്ര വലിയ വയറുമായാണ് ലംബോദരൻ പ്രത്യക്ഷപ്പെട്ടത്. വലിയ വയറുള്ളവൻ എന്നാണ് ലംബോദരൻ എന്ന നാമത്തിലൂടെ അർത്ഥമാക്കുന്നത്. വികടൻ കാമാസുരനെ പരാജയപ്പെടുത്താൻ ഗണേശൻ വികടനായി അവതരിച്ചു. ഗണപതിയുടെ ഈ അവതാരം ഈ ലോകത്ത് അനന്തമായ ആഗ്രഹമുണ്ടെന്ന് കാണിക്കുന്നു. നാം എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത്രയധികം നാം നമ്മുടെ ബലഹീനതയ്ക്ക് ഇരയാകുന്നു. മയിലായിരുന്നു ഭഗവാന്റെ ഈ അവതാരത്തിലെ വാഹനം. വിഘ്നരാജ ഏറ്റവും വ്യാപകമായി ആരാധിക്കപ്പെടുന്ന അവതാരമായ വിഘ്നരാജൻ പ്രതിബന്ധങ്ങളെ നീക്കുന്നവനാണ്. വിഘ്നരാജൻ മമതാസുരൻ എന്ന രാക്ഷസനെ പരാജയപ്പെടുത്തി. ലൗകികമായ ആസക്തികൾ ഒരു ആനന്ദവും നൽകുന്നില്ലെന്ന് ലോകത്തിന് തെളിയിച്ച പ്രതീകമായിരുന്നു വിഘ്നരാജൻ. വിഘ്നേശൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ധൂമ്രവർണ്ണൻ തന്റെ അവസാന അവതാരത്തിൽ ഗണേശൻ ഒരിക്കൽ കൂടി ധൂമ്രവർണ്ണനായി അവതരിച്ചു. മനുഷ്യ വ്യക്തിത്വത്തെ ബാധിക്കുന്ന അഹങ്കാരാസുര എന്ന അസുരനെ പരാജയപ്പെടുത്തി. പരാജയപ്പെടുത്തലിലൂടെ ഗണേശൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അഹംഭാവം സ്വയം നാശത്തിന്റെ ഏക കാരണമെന്നാണ്.